ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നാലാം ടെസ്റ്റിൽ രണ്ടാമത് ബാറ്റിംഗ് ഇറങ്ങിയ ഓസ്ട്രേലിയ 234 റൺസാണ് 10 വിക്കറ്റ് നഷ്ടത്തിൽ സ്വന്തമാക്കിയത്. അവരുടെ സാം കോൺസ്റ്റൻറ്റ് 8 റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചത്. ബുംറ അവരുടെ വിക്കറ്റ് പിഴുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അവരുടെ ബാറ്റിംഗ് നിരയിലാകെ തിളങ്ങിയത് ലഭിഷെങ്കിൽ 70 റൺസാണ് സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ കമിൻസ് 41 റൺസും ലിയോൺ 41 റൺസുമാണ് സ്വന്തമാക്കിയത്. അങ്ങനെ 234 റൺസാണ് ഓസ്ട്രേലിയക്ക് രണ്ടാം ഇന്നിങ്സിൽ സ്വന്തമാക്കാൻ സാധിച്ചത്. ബുംറയുടെ ഒരു മികച്ച ബോളിംഗ് രണ്ടാം ഇന്നിങ്സിൽ കാണാൻ സാധിച്ചു. ബുംറ 5 വിക്കറ്റാണ് സ്വന്തമാക്കിയത്. സിറാജിന് 3 വിക്കറ്റും ജഡേജ 1 വിക്കറ്റ് സ്വന്തമാക്കി. അങ്ങനെ 234 എന്ന സ്കോറിൽ ഓസ്ട്രേലിയ രണ്ടാം ഇന്നിങ്സിൽ പിടിച്ചു കെട്ടാൻ ഇന്ത്യക്കായി. ഇന്ത്യക്ക് ഒരു 300 ചില്ലാൻ റൺസ് മാത്രം മതിയായിരുന്നു കളി ജയിക്കാൻ. നല്ലൊരു ബോളിംഗ് തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു. പക്ഷേ നിരാശയാണ് ഫലമായത്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ ആർക്കും തന്നെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ആകെ കളിച്ചത് ജയ്സ്വാളും അതുപോലെ തന്നെ പന്തും മാത്രമാണ് 2 അക്കം കാണാൻ സാധിച്ചത്. രോഹിത് ശർമ്മ വെറും കടായിരുന്നു. അതുപോലെ തന്നെ രാഹുലും വെറുതെ ആയിരുന്നു. കോഹ്ലിയും വെറുതെ. നിതീഷ് റെഡ്ഡി ആദ്യത്തെ ഫസ്റ്റ് ഇന്നിങ്സ് നന്നായിട്ട് കളിച്ചെങ്കിലും ഈ ഇന്നിങ്സ് അദ്ദേഹത്തിന് ഫ്ലോപ്പായിരുന്നു. ജഡേജയും ഫ്ലോപ്പായിരുന്നു. വാഷിംഗ്ടൺ സുന്ദർ 5 റൺസ്. അങ്ങനെ ആർക്കും തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ തിളങ്ങാൻ സാധിക്കുന്നില്ല എന്നതാണ് നമ്മൾ രണ്ടാം ഇന്നിങ്സിൽ കാണാൻ സാധിച്ചത്. ഓസ്ട്രേലിയയുടെ ആ ഒരു ആധിപത്യം തന്നെയായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ. ഓസ്ട്രേലിയക്ക് വേണ്ടി കമിൻസ് 3 വിക്കറ്റും അതുപോലെ തന്നെ സ്കോട്ട് 3 വിക്കറ്റ്, ലിയോൺ 2 വിക്കറ്റ് സ്വന്തമാക്കി. അതുപോലെ തന്നെ ട്രാവിസ് ഹെഡ് 1 വിക്കറ്റ് സ്വന്തമാക്കി. അങ്ങനെ ഇന്ത്യനെ 155 ഓൾ ഔട്ടാക്കാൻ ഓസ്ട്രേലിയക്ക് ആയി. 184 റൺസിൻ്റെ വിജയമാണ് ഓസ്ട്രേലിയ നാലാം ടെസ്റ്റിന് സ്വന്തമാക്കിയത്. അപ്പോൾ ഈ ഒരു രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ ഒരു മത്സരം കൈവിട്ട് കളയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ ആകെ കളിച്ചത് ജയ്സ്വാൾ മാത്രമാണ്. 84 റൺസ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറുത്തുനിൽപ്പ് മാത്രമേ ഉണ്ടായുള്ളൂ. മറ്റെല്ലാവരും തന്നെ ഇന്ത്യൻ നിരയിൽ ഫ്ലോപ്പായിരുന്നു എന്ന് തന്നെ പറയാൻ വേണ്ടി വരും. ഓസ്ട്രേലിയയുടെ ഒരു മികച്ച ബോളിങ്ങിൽ തന്നെ ഇന്ത്യനെ രണ്ടാം ഇന്നിങ്സിൽ പിടിച്ചു കെട്ടാനായി അവർക്ക്.